കേരളത്തിലെ സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പാണ് നടത്തുന്നത്. ഇതിനിടയിൽ രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം കൂടിയും കുറഞ്ഞും സ്വർണ്ണവില ഞെട്ടിക്കാറുണ്ട്. എന്നാൽ ആശ്വാസകരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വില 25,000 രൂപയ്ക്ക് മുകളിലിടിയുമെന്ന് വിദഗ്ധർ. സ്വർണം വാങ്ങുന്നവർക്ക് ബമ്പൻ ലോട്ടറി. ഒറ്റയടിക്ക് കുറഞ്ഞത് 3680 രൂപ. സ്വർണ്ണവില പക്ഷേ 1,00,000 മുകളിൽ തന്നെയാണ്. വെള്ളിവിലയിലും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതെ, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. പവൻ ഇന്ന് 3680 രൂപയാണ് കുറഞ്ഞത്. 1,13,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 460 രൂപ കുറഞ്ഞ് 14,155 രൂപയിലാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നുള്ളത്. ഇന്നലെ രാവിലെ പവന് 5,000-ഓളം രൂപ കൂടിയ സ്വർണ്ണവില ഉച്ചയോടെ 800 രൂപ കുറഞ്ഞതും ആശ്വാസകരമായിരുന്നു. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സർവകാല റെക്കോർഡായി പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുറയുന്നതാണ് കണ്ടത്. ഡിസംബർ 23-നായിരുന്നു സ്വർണ്ണവില ആദ്യമായി 1,00,000 കടന്ന് ഞെട്ടിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ സ്വർണ്ണപ്രേമികൾക്ക് ആശ്വാസം തരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് സ്വർണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വില ഇതിനോടകം തന്നെ വലിയ ഉയരങ്ങൾ കീഴടക്കിയ സാഹചര്യത്തിൽ വിലയിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് പറയുന്നത്. സ്വർണ്ണവില ഔൺസിന് $6,000 എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും അതിനിടയിൽ പറയുന്നുണ്ട്. അതായത് ഔൺസിന് $4,000 പിന്തുണ നിലനിൽക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. വെള്ളിയുടെ വില ഔൺസിന് $50 വരെ താഴാൻ സാധ്യതയുണ്ട്. ജനുവരിയിൽ സ്വർണം വെള്ളിയും അതിവേഗം കുതിച്ചുയർന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണ്ണവില അതിരുകടന്ന രീതിയിൽ ഉയർന്നതിനാൽ നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യം കാണുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ സ്വർണ്ണവില പണപ്പെരുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ്. അതായത് 1971-ൽ അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിച്ചതിനു ശേഷം ഇത്ര കുറഞ്ഞ പണപ്പെരുപ്പത്തിനിടയിൽ സ്വർണം ഇത്ര ഉയർന്നിട്ടില്ല. സ്വർണം കുത്തനെ ഉയർന്നതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണപ്പെരുപ്പം ഇനി കൂടില്ല. വിലകൾ കുറയാനാണ് സാധ്യതയെന്നാണ് പറയുന്നത്. ഓഹരി വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വർണം ഇപ്പോഴും ശക്തമായ നിലയിൽ തന്നെയാണ്. 2011-ൽ സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു. ഗോൾഡ് ഓഹരി വിപണി അനുപാതം ഏകദേശം 1.7 ആയിരുന്നു. എന്നാൽ ഫെബ്രുവരി 3-ന് അത് 0.71 മാത്രമാണ്. അതായത് അന്നത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പകുതിയും വില കുറവ്. ഇനി ഓഹരി വിപണിയിൽ വീണ്ടും കുതിപ്പുണ്ടായാൽ സ്വർണ്ണവില കുത്തനെ ഇടിവുണ്ടാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആഗോള ഔൺസ് വില $5,030 ആകുമ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വില 1,16,920 രൂപയാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ $4,000 ഔൺസിനാകുമ്പോൾ കേരളത്തിൽ വില മൂക്കും കുത്തി വീഴാനും സാധ്യതയുണ്ട്. അതായത് പവന് 92,000 രൂപയോളം എത്തും. വാങ്ങാൻ നിൽക്കുന്നവർക്ക് അല്പം ക്ഷമിച്ചാൽ വില ഇനിയും കുറയുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഏകദേശം 25,000 രൂപയുടെ വ്യത്യാസമെല്ലാം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്താം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.